ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ലോയ്സ്. ദുർമന്ത്രവാദത്തിനും കൂടോത്രത്തിനും എത്രമേൽ ഒരാളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പറ്റും എന്ന് കാണിച്ചു തരുന്നൊരു മൂവിയാണ് ഡ്രാഗ് മീ ടു ഹെൽ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. 1969 നടക്കുന്ന സംഭവങ്ങളാണ് കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. ഒരു കപ്പിൾ അവരുടെ മകനെയും കൂട്ടി ഷോൺ സന്തേന എന്നൊരു മന്ത്രവാദിനിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി തൻ്റെ മകനെ രക്ഷിക്കണമെന്നും അവനെ ആരോ പിന്തുടരുന്നുണ്ടെന്നും അവൻ എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയും ആരെയൊക്കെയോ കാണുന്നതായി തോന്നുന്നു എന്നും പറഞ്ഞു. അവനെ കണ്ട ഉടനെ ആ മന്ത്രവാദിനിക്ക് കാര്യം പിടികിട്ടുകയും അവന്റെ ശരീരത്തിൽ ആരുടെയോ ശാപം തട്ടിയിട്ടുണ്ടെന്നും മനസ്സിലാക്കി. ശേഷം അവരോട് ശരിക്കും എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയി പറയാനായി ആവശ്യപ്പെട്ടു. അവൻ ജിപ്സി എന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളുടെ നെക്ലേസ് മോഷ്ടിച്ചിരുന്നുവെന്നും അത് മനസ്സിലാക്കിയ പാരന്റ്സ് അത് തിരിച്ചു കൊടുക്കാനായി അവരുടെ അടുത്തേക്ക് പോയിരുന്നു. എന്നാൽ അവരത് വാങ്ങാൻ തയ്യാറാവാതെ ഇവനെ ശപിച്ചു. ഈ ശാപം അവസാനിക്കുന്ന 3-ാമത്തെ ദിവസം അവൻ നരകത്തിലേക്ക് എത്തിപ്പെടുമെന്നും പറഞ്ഞിരുന്നു. ജിപ്സി കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ പ്രത്യേകത അതായിരുന്നു. അവരാരെ ശപിച്ചാലും ശാപം അവസാനിക്കുന്ന 3-ാമത്തെ ദിവസം അവർ നരകത്തിലേക്ക് എത്തിപ്പെടും. ഇത് മനസ്സിലാക്കിയ ഷോൺ സന്തേന അവനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിന് സാധിച്ചില്ല. ആ കുട്ടിയെ ഏതോ അദൃശ്യ ശക്തി വന്ന് ടെറസിന്റെ മുകളിൽ നിന്ന് വലിച്ച് താഴേക്കിടുകയും നിലം പിളർന്നു വരികയും നരകത്തിൽ നിന്നും വന്ന കുറെ ആൾക്കാർ ആ കുട്ടിയെ വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വന്ന ഷോൺ സന്തേന ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുമെന്നും അന്ന് ഞാൻ നിന്നോട് പക വീട്ടുമെന്നും പറയുന്നു. ശേഷം സീൻ മാറി നമ്മുടെ കഥയിലെ നായികയായ ക്രിസ്റ്റീനെ കാണിക്കുന്നു. അവൾ ഒരു ബാങ്കിലെ ലോൺ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. ക്രിസ്റ്റീൻ വളരെ നല്ല മനസ്സുള്ള, ബോൾഡായ, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ ആവാനുള്ള ശ്രമത്തിലായിരുന്നു അവൾ. അവളുടെ വർക്കൊക്കെ വളരെ എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ മാനേജർക്കും അവളെ വലിയ കാര്യമായിരുന്നു. എന്നാൽ അതേ പോസ്റ്റിന് വേണ്ടി മത്സരിക്കുന്ന വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു ആ ബാങ്കിൽ. സ്റ്റൂ എന്നാണ് അവന്റെ പേര്. അവൻ അവളോട് കുറച്ച് അസൂയൊക്കെ ഉണ്ടായിരുന്നു. അവൾ അങ്ങനെ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിപ്സി കുടുംബത്തിലെ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ ആ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം അടവുകളൊക്കെ തെറ്റിയിരിക്കുകയാണ്. ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്ന ആ സ്ത്രീ ലോൺ തിരിച്ചടക്കാൻ കുറച്ച് സമയം വേണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു. ഗനുഷ് എന്നായിരുന്നു ആ വൃദ്ധയുടെ പേര്. അവൾ മാനേജറെ കണ്ട് കാര്യം പറയുകയും മാനേജർ അതിന് സമ്മതിക്കാത്തതുകൊണ്ട് അവൾ വേറെ വഴിയില്ലാതെ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി വളരെ വിഷമത്തോടെ അതിന് സാധിക്കില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട ആ സ്ത്രീ അവളുടെ കാലിൽ വീണ് കാല് പിടിച്ച് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയാനായി തുടങ്ങി. എന്നാൽ ആ സ്ത്രീ അവളുടെ കാലിൽ വീണതുകൊണ്ട് ആകെ എന്തോ പോലെയായിട്ട് അവൾ കുറച്ച് പുറകിലേക്ക് മാറി നിൽക്കുകയും പേടിച്ചിട്ട് സെക്യൂരിറ്റിയെ വിളിക്കുകയും ചെയ്തു. ഇതേ സമയം ആ സ്ത്രീ താഴേക്ക് വീഴുകയും ബാങ്കിലുണ്ടായ എല്ലാവരും അവരെ നോക്കുന്നതായും കാണും. ഇത് കണ്ട് എല്ലാവരുടെ മുന്നിലും അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയതുകൊണ്ട് അവളെ തറപ്പിച്ചു നോക്കാനായി തുടങ്ങി. ഇതേ സമയം സെക്യൂരിറ്റി വന്ന് അവരെ പിടിച്ചു പുറത്താക്കി. എന്നാൽ ഇത് കണ്ട് പാവം തോന്നിയ ക്രിസ്റ്റീൻ അവരോടൊരു സോറി പറയാനായി മിസ്സിസ് ഗനുഷ് എന്ന് വിളിച്ചതും ആ സ്ത്രീ അത്ര നേരം ഉണ്ടായ മട്ടും ഭാവമൊക്കെ മാറി അലറിക്കൊണ്ട് അവളെ പേടിപ്പിക്കുകയും നിന്നോട് ഞാൻ അപേക്ഷിച്ചു, പക്ഷെ നീ എന്നെ നാണം കെടുത്തിയല്ലേ എന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കാനായി നോക്കി. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി അവരെ പിടിച്ചു പുറത്താക്കുകയും ചെയ്തു. അവൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായതുകൊണ്ട് തന്നെ അവൾ ആകെ അന്താളിച്ചു നിൽക്കുകയാണ്. ശേഷം അന്ന് രാത്രി അവൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ കാറിൽ ആരോ ഉള്ളതായി അവൾക്ക് തോന്നി. അവൾ കരുതിയതുപോലെ അത് ഗനുഷായിരുന്നു. ഗനുഷ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ക്രിസ്റ്റീൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. അവളെ ചവിട്ടി കാറിന് പുറത്തേക്ക് തള്ളിയിട്ടു. ശേഷം കാറിന്റെ ഡോർ ലോക്കാക്കുകയും ചെയ്തു. ഗനുഷ് അവിടെ നിന്ന് പോയി എന്ന് കരുതി ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരുന്നു വലിയൊരു കല്ലുമെടുത്ത് ഗനുഷ് വന്ന് അവളുടെ കാറിന്റെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു. ശേഷം അവളെ കാറിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ട് അവളുടെ ഡ്രസ്സിൽ നിന്നും ഒരു ബട്ടൺ പൊട്ടിച്ചെടുത്ത് എന്തോ ഒരു മന്ത്രം ചൊല്ലി ഇനി നീ അപേക്ഷയുമായി എൻ്റെ അടുത്തേക്ക് വരുമെന്നും പറഞ്ഞ് ആ ബട്ടൺ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് അവിടെ നിന്നും പോയി. അവൾക്കാണെങ്കിൽ ഇപ്പൊ എന്താ സംഭവിച്ചത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. അവൾ ഉടനെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടായ ക്ലേയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്ലേ അവിടുത്തെ വളരെ പണക്കാരനായ ഒരാളായിരുന്നു. അവനാണെങ്കിൽ അതൊക്കെ മറന്നേക്കൂ, പേടിക്കേണ്ട, ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അവരങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്രിസ്റ്റീന് അവൾക്ക് ചുറ്റും എന്തോ വലിയൊരു ശബ്ദം കേൾക്കുന്നതായി തോന്നുന്നത്. അവൾ പേടിച്ച് ചുറ്റും നോക്കുമ്പോഴാണ് അവിടെ ജാതകം നോക്കുന്ന ഒരാളെ അവൾ കാണുന്നത്. അവൾ അങ്ങോട്ടേക്ക് പോയി അവളുടെ കൈ നോക്കാനായി ആവശ്യപ്പെട്ടു. എന്നാൽ ക്ലേക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ നേരം റാം അവളുടെ കയ്യിലേക്ക് നോക്കിയിട്ട് ഈ അടുത്തായി നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും തട്ടിയെടുത്തിരുന്നു എന്ന് ചോദിക്കും. ഇല്ല എന്ന് അവൾ മറുപടിയും പറഞ്ഞു. റാം അവളുടെ കയ്യിലെ പൊട്ടിയ ബട്ടൺ കാണിച്ചു കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കും. അപ്പോഴാണ് ഗനുഷ് ആ ബട്ടൺ പൊട്ടിച്ചെടുത്ത കാര്യം അവൾ ഓർക്കുന്നത്. അത് റാമിനോട് പറയുകയും ചെയ്തു. റാം വീണ്ടും അവളുടെ കയ്യിലേക്ക് നോക്കി ആകെ തരിച്ചിരിക്കുകയാണ്. റാം തന്നെ ഞെട്ടിപ്പോയി.
നിങ്ങൾ ഓജോ ബോർഡ് കളിക്കുകയോ ആരുടെയെങ്കിലും കുഴിമാടത്തിൽ പോയി കുഴിമാടം നിന്ദിക്കുകയോ ചെയ്തിരുന്നോ? ഇല്ല എന്ന് അവൾ മറുപടി പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദേഹത്ത് ഒരു ദുരാത്മാവ് കയറിയിട്ടുണ്ടെന്നും നിങ്ങൾക്ക് അവരുടെ ശാപം കിട്ടിയിട്ടുണ്ടെന്നും രാം അവളോട് പറഞ്ഞു. ഇത് കേട്ട് ക്രിസ്റ്റീൻ ആകെ ഭയപ്പെട്ടു പോയിരുന്നു. എന്നാൽ ക്ലേ ആണെങ്കിൽ ഇതൊക്കെ വെറും ഉടായിപ്പാണ്, അവർ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ക്ലേ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് പോയി. ക്രിസ്റ്റീൻ ആണെങ്കിൽ വീട്ടിലേക്ക് എത്തിയ സമയം റാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു മനസ്സിൽ. വീട്ടിലേക്ക് എത്തിയതും അവൾ വീണ്ടും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നതായി തോന്നി. അവൾ ചുറ്റും നോക്കുമ്പോഴാണ് എന്തോ ഒരു അദൃശ്യ ശക്തി വന്ന് അവളെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നത്. ഒരു വിധത്തിൽ അതിൽ നിന്ന് അവൾ രക്ഷപ്പെടുകയും പിറ്റേ ദിവസം ക്ലേയോട് കാര്യം പറയുകയും ചെയ്തു. അതുകൊണ്ട് അന്ന് രാത്രി ക്ലേ അവളുടെ കൂട്ടിനായി അവളുടെ വീട്ടിൽ താമസിക്കും. അന്ന് ക്ലേ ഉള്ളത് കൊണ്ട് പേടിയൊന്നുമില്ലാതെ സമാധാനമായി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അവളുടെ മൂക്കിനുള്ളിലൂടെയും വായിലൂടെയും ഒരു പ്രാണി കയറിക്കൊണ്ടേ നിൽക്കുന്നത്. അവൾക്കാകെ ഡിസ്റ്റർബ് തോന്നി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കിയപ്പോൾ അവൾക്ക് തോന്നിയതാണെന്ന് തോന്നി. ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ധനുഷ് ചാടി എഴുന്നേറ്റ് അവളെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നത്. എന്നാൽ അവൾ വീണ്ടും ഞെട്ടി എഴുന്നേൽക്കുകയും അതൊരു സ്വപ്നമായിരുന്നു എന്നും തോന്നി. ക്ലേയും അവളെ ആശ്വസിപ്പിച്ചു. അതവൾക്ക് തോന്നിയതാവൂ എന്ന് കരുതി അവൾ അതങ്ങ് വിട്ടു. ശേഷം പിറ്റേ ദിവസം വീണ്ടും ഓഫീസിലേക്ക് പോവുകയാണ്. എന്നാൽ ഓഫീസിലെത്തി മാനേജർ അവളോട് സംസാരിക്കുന്നതിനിടയിൽ അവളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും കുറെ ബ്ലഡ് വരികയും അത് മാനേജറുടെ ദേഹത്തേക്ക് തെറിക്കുകയും ചെയ്തു. ആകെ ഭയപ്പെട്ടു പോയ ക്രിസ്റ്റീൻ പുറത്തേക്ക് ഓടി. ഇതേ നേരം സ്റ്റൂ ആണെങ്കിൽ അവളുടെ ടേബിളിലുണ്ടായിരുന്ന ഫയൽ മോഷ്ടിച്ചു കൊണ്ടുപോയി. പുറത്തേക്ക് പോയ ക്രിസ്റ്റീൻ ആണെങ്കിൽ ഇതൊക്കെ ധനുഷിന്റെ ശാപം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് തോന്നിയതുകൊണ്ട് അവരെ കണ്ടൊരു സോറി പറയാനായി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ വീട്ടിലെത്തിയപ്പോഴോ ധനുഷ് അതാ മരിച്ചു കിടക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ വീണ്ടും റാമിന്റെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങൾക്ക് പറഞ്ഞു. റാം വീണ്ടും അവളുടെ കൈ നോക്കിയിട്ട് ഈ ശാപം അവസാനിക്കുന്ന 3-ാമത്തെ ദിവസം അവർ നിന്നെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിനായി രക്ഷപ്പെടാനായി 3 വഴികളുണ്ടെന്നും ആദ്യത്തെ വഴിയായി ഒരു മൃഗത്തിന് ബലി കൊടുക്കാനായും പറയും. എന്നാൽ അവളുടെ നല്ല മനസ്സായതുകൊണ്ട് തന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കാനൊന്നും അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് രാത്രി അവൾ വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടിൽ വീണ്ടും അമാനുഷികമായ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അത്രയും ഭയപ്പെടുത്തുന്ന ഭീകരമായ കാര്യങ്ങളായിരുന്നു അവൾക്ക് ചുറ്റും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ അവൾ അവളുടെ പൂച്ചക്കുട്ടിയെ ബലി കൊടുത്തു. ഇതോടെ അവൾക്ക് തട്ടിയ ശാപമൊക്കെ മാറിയെന്ന് കരുതി അവൾ സമാധാനത്തോടെ ജീവിക്കാനായി തുടങ്ങി. ഇതേ നേരം ക്ലേ അവളുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ കല്യാണത്തിന് എൻ്റെ പാരൻസ് സമ്മതിച്ചു എന്നും ഇന്ന് രാത്രി നീ ഡിന്നർ കഴിക്കാനായി എൻ്റെ വീട്ടിലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു. അന്ന് അവൾ വളരെ സുന്ദരിയായി ക്ലേയുടെ വീട്ടിലേക്ക് പോയി. അവളെ കണ്ടതും അവൻ്റെ പാരൻസിനും അവളെ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു അസഹനീയമായ ശബ്ദം അവൾ കേൾക്കുന്നത്. ആ ശാപം അവളെ വിട്ടുപോയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ ആകെ ക്ഷമ കെട്ട് അവിടെയുള്ള ഫുഡൊക്കെ തട്ടിക്കളഞ്ഞ് ഉറക്കെ അലറാനായി തുടങ്ങി. ഇത് കണ്ടതും ക്ലേയുടെ പാരൻസ് അവൾക്ക് വട്ടാണ്, നീ അവളെ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ക്ലേ ആണെങ്കിൽ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ക്രിസ്റ്റീന്റെ കൂടെ ഇറങ്ങിപ്പോയി. ക്രിസ്റ്റീൻ ആണെങ്കിൽ നേരെ പോയത് റാമിന്റെ അടുത്തേക്കായിരുന്നു. നിങ്ങളല്ലേ പറഞ്ഞത് മൃഗങ്ങളെ ബലി കൊടുത്താൽ ശാപമോഷം കിട്ടുമെന്ന്, എന്നിട്ട് പിന്നെയും എന്തിനാണ് ആ ശക്തി എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ച് അവൾ ഉറക്കെ കരയുകയാണ്. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ റാം അവളോട് പറയും, സാധാരണ ഇങ്ങനെയുള്ള ശാപമൊക്കെ മൃഗങ്ങളെ ബലി കൊടുത്താണ് തീർക്കാറ്. പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദുരാത്മാവാണ്. ഇനി നമുക്ക് മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈ ദുരാത്മാവിനോട് നമ്മൾ നേരിട്ട് സംസാരിച്ചേ പറ്റൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ച് നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്നതിൽ നിന്നും അതിനെ തടയണം. അതിനായി നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, ഷോൺ സന്ദേന. വളരെ പ്രശസ്തയായ മന്ത്രവാദിനിയാണ് ഷോൺ സന്ദേന. അവർക്ക് ആത്മാക്കളുമായി നേരിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ റാമിന്റെ നിർദ്ദേശപ്രകാരം അവൾ ക്ലേയും കൂട്ടി ഷോൺ സന്ദേനയെ കാണാനായി പോകുന്നു. എന്നാൽ ക്ലേയോട് അകത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് അവൾ തനിച്ചുള്ളിലേക്ക് പോയി. അവിടെ റാമു ഉണ്ടായിരുന്നു. ആ ആത്മാവിനെ വർഷങ്ങൾക്ക് മുന്നേ ഈ വീട്ടിൽ വെച്ച് ഞാൻ അഭിമുഖീകരിച്ചു എന്നും എന്നെ ജയിച്ച് ഒരു ചെറിയ കുട്ടിയുമായി അത് പോയി. പ്രാശ്ചിത്തം ചെയ്യാൻ ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നു. ഇപ്പോൾ നിന്നിലൂടെ ആ അവസരം എനിക്ക് കിട്ടിയെന്ന് ഷോൺ സന്ദേന ക്രിസ്റ്റീനയോട് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും ഷോൺ സന്ദേനയുടെ അസിസ്റ്റന്റായ മിലോസും കൂടി ആത്മാവിനെ നശിപ്പിക്കാനുള്ള പ്ലാനിംഗ് നടത്തുകയാണ്. എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി ആത്മാവിനെ ഷോൺ സന്ദേനയുടെ ദേഹത്തേക്ക് പ്രവേശിപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. ആത്മാവ് ഷോൺ സന്ദേനയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവളുടെ കൈയെടുത്ത് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ആടിന്റെ തലയിലേക്ക് വെക്കാനായി ക്രിസ്റ്റീനയോട് പറയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ആത്മാവ് ആടിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഇതേ സമയം അവരുടെ അസിസ്റ്റന്റായ മിലോസ് അതിന്റെ തല അറുത്ത് കളയണം. അങ്ങനെ ചെയ്താൽ ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റുമെന്നും ഷോൺ സന്ദേന അവരോട് പറഞ്ഞു. അങ്ങനെ കുറെ മന്ത്രങ്ങൾക്ക് ചൊല്ലി മരണപ്പെട്ടവരെ ഞാൻ എൻ്റെ ആത്മാവിലേക്ക് നിന്നെ ക്ഷണിക്കുന്നു എന്നും പറഞ്ഞ്
ആത്മാവിനെ ഷോൺ സന്തേനയുടെ ദേഹത്തേക്ക് പ്രവേശിപ്പിക്കും. ഇത് കണ്ട് ക്രിസ്റ്റീൻ ആകെ പേടിച്ചു പോയെങ്കിലും അവൾ അവളുടെ ധൈര്യം സംഭരിച്ച് ഷോൺ സന്തേനയുടെ കൈയെടുത്ത് ആടിന്റെ തലയിലേക്ക് വെച്ചു. മിലോസ് ആണെങ്കിൽ ഇതേ സമയം കത്തിയെടുത്ത് ആടിന്റെ തല വെട്ടാനായി ശ്രമിച്ചെങ്കിലും ആട് അവന്റെ കൈയിലേക്ക് കടിച്ചു പിടിക്കുകയും ആത്മാവ് മിലോസിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇതവരൊട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ക്രിസ്റ്റീനയ്ക്കും റാമിനും മനസ്സിലാവുന്നില്ല. റാം കുറെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആത്മാവിനെ പറഞ്ഞുവിടാൻ നോക്കിയെങ്കിലും അവൻ അതിന് സാധിച്ചില്ല. മിലോസ് ആണെങ്കിൽ ക്രിസ്റ്റീനെ ഉപദ്രവിക്കാനായി ശ്രമിക്കാൻ തുടങ്ങി. ഇതേസമയം ഷോൺ സന്തേനയ്ക്ക് ബോധം വരികയും ആത്മാവിനെ പറഞ്ഞുവിടാൻ വേണ്ടി റാം അവളോട് പറയുകയും ചെയ്തു. ബോധം വന്ന ഷോൺ സന്തേന കുറെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആത്മാവിനെ അവിടെ നിന്നും പറഞ്ഞുവിട്ടു. എന്നാൽ ആത്മാവിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് മുന്നേ ഷോൺ സന്തേന നെഞ്ചുവേദന വന്ന് അവിടെ നിന്നും മരണപ്പെടുന്നു. ഇത് കണ്ടു നിന്ന റാം ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ എന്നും മരണത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഗനുഷ് നിന്റെ കയ്യിലേക്ക് വെച്ചു തന്ന ആ ബട്ടന്റെ ഉടമ നീ അല്ലാതാവണം. അതിന് ആ ബട്ടൺ നീ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നും അങ്ങനെ ആ ശാപം അവരിലേക്ക് കൈമാറാൻ പറ്റുമെന്നും പറഞ്ഞു. ആദ്യം അവളൊന്നും മടിച്ചെങ്കിലും പിന്നീട് അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തതുകൊണ്ട് അവൾ അത് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായി തീരുമാനിച്ചു. ശേഷം ക്ലേയും കൂട്ടി അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ക്ലേക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ആ നടന്ന സംഭവങ്ങളൊന്നും അവൾ അവനോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗനുഷിന്റെ ആത്മാവ് ഒരു വൃദ്ധന്റെ രൂപത്തിലേക്ക് വന്ന് അവളുടെ മുന്നിലേക്ക് ചാടുന്നത്. പേടിച്ചുപോയ ക്ലേ ഉടനെ തന്നെ വണ്ടിയുടെ ബ്രേക്ക് പിടിക്കുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന എൻവലപ്പ് വണ്ടിയുടെ ഉള്ളിലേക്ക് വീഴുകയും ചെയ്തു. ഇതേ നേരം ഗനുഷിന്റെ രൂപത്തിൽ വന്ന ആ വൃദ്ധൻ നിന്റെ ഊഴം വരുന്നുണ്ടെന്നും നീ നരകത്തിൽ കിടന്ന് കത്തുമെന്നും അവളോട് പറയുന്നുണ്ട്. അയാൾ അവിടുന്ന് പോയതിനു ശേഷമാണ് തന്റെ കയ്യിൽ നിന്നും ആ എൻവലപ്പ് വീണ കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. വെപ്രാളത്തോടെ കാറിന്റെ ഉള്ളിലേക്ക് നോക്കുകയും അത് അവൾക്ക് കിട്ടുകയും ചെയ്തു. ശേഷം വീട്ടിലേക്ക് എത്തിയ അവൾ ക്ലേ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം അവൾ ഒരു കോഫി ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ആ ബട്ടൺ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും കാണുമോ എന്ന് നോക്കുകയാണ്. ആ സമയത്താണ് ഒരു വയസ്സായ വൃദ്ധൻ. അയാൾക്ക് ശ്വാസം എടുക്കാൻ പോലും നല്ല ബുദ്ധിമുട്ടായിരുന്നു. വയസ്സായ ആളായതുകൊണ്ട് തന്നെ ഇനി അധികകാലമൊന്നും അയാൾ ജീവിക്കാൻ പോകുന്നില്ലെന്ന് കരുതി അവൾ ആ ബട്ടൺ അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായി തീരുമാനിച്ചു. അങ്ങനെ അയാളുടെ അടുത്തേക്ക് നടന്നു നീങ്ങുമ്പോഴായിരുന്നു അയാളുടെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ തമ്മിലുള്ള സ്നേഹം കണ്ടപ്പോൾ അവൾക്ക് ആ ബട്ടൺ അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായി തോന്നിയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവൾക്ക് സ്റ്റൂവിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അവൾ പെട്ടെന്ന് തന്നെ അവന് ഫോൺ വിളിച്ച് കോഫി ഷോപ്പിലേക്ക് ഉടനെ വരണമെന്നും അല്ലെങ്കിൽ നീ എൻ്റെ ടേബിളിൽ നിന്ന് ഫയൽ മോഷ്ടിച്ച കാര്യം ഞാൻ മാനേജറുടെ അടുത്ത് പറയുമെന്നും അവന് ഭീഷണിപ്പെടുത്തി. അവൻ വളരെ പേടിച്ച് പെട്ടെന്ന് തന്നെ അവിടേക്ക് വരികയും കരഞ്ഞുകൊണ്ട് അവളോട് അപേക്ഷിക്കുകയും ചെയ്തു. അവൻ അങ്ങനെ കരയുന്നതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ആകെ പാവം തോന്നി. ആ ബട്ടൺ അവന് ഗിഫ്റ്റ് ചെയ്യാനായി അവൾക്ക് തോന്നിയില്ല. അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഈ ബട്ടൺ അർഹിക്കുന്നത് ആരാണെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായ ന്യൂസ് പേപ്പറിൽ മരിച്ചുപോയ ഗനുഷിന്റെ ഫോട്ടോ അവൾ കാണുന്നത്. അത് കണ്ടതും അവൾക്കൊരു ഐഡിയ തോന്നി. ഉടനെ തന്നെ റാമിന്റെ അടുത്തേക്ക് പോയി അവളുടെ പ്ലാൻ അവനോട് പറഞ്ഞതിന് ശേഷം അത് നടക്കുമോ എന്ന് ചോദിച്ചു. ആ ബട്ടൺ മരണപ്പെട്ട ആൾക്ക് ഗിഫ്റ്റായി കൊടുത്താൽ എന്റെ ശാപം മാറുമോ എന്നായിരുന്നു അവൾ ചോദിച്ചിരുന്നത്. ആത്മാവ് മരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആത്മാക്കളുടെ സന്തോഷത്തിനായി ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. മരിച്ച ഒരാൾക്ക് ഈ ശാപം കൊടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശപിക്കപ്പെട്ട വസ്തു ഒരു ഔപചാരിക സമ്മാനമായി മരിച്ചയാൾക്ക് കൊടുക്കണമെന്നും റാം പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം അവൾ ആ എൻവലപ്പും എടുത്ത് ഗനുഷിന്റെ കുഴിമാടത്തിനടുത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ കാറിൽ വെച്ച് ഗനുഷ് അവളെ ആക്രമിക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയി. ആ നേരം നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അവളൊടുവിൽ ശ്മശാനത്തിലെത്തി ഗനുഷിന്റെ കല്ലറ കുത്തി തുറന്ന് ഇത് ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു, നീ ഇത് വാങ്ങിക്കില്ലടേ എന്നും പറഞ്ഞ് അവരുടെ കൈ തുറന്ന് അതിലേക്ക് വെക്കാനായി ശ്രമിക്കുകയാണ്. ഇതേ നേരം ഗനുഷിന്റെ ആത്മാവ് വന്ന് ക്രിസ്റ്റീനെ ഉപദ്രവിക്കുന്നു. അവൾ ഒരു വിധത്തിൽ അതിനെയൊക്കെ നേരിടുന്നു. ശേഷം ഞാൻ ക്രിസ്റ്റീൻ ബ്രൗൺ ഇപ്പോൾ ഈ ബട്ടൺ നിനക്ക് സിൽവിയ ഗനുഷിന് ഔപചാരികമായി സമ്മാനമായി തരുന്നു എന്ന് പറഞ്ഞ് ആ എൻവലപ്പ് ഗനുഷിന്റെ ബോഡിയുടെ വായിലേക്ക് കുത്തിക്കയറ്റി കാലുകൊണ്ട് ചവിട്ടി ഗനുഷിന്റെ വായ അടക്കുകയും ചെയ്തു. ഇതേ നേരം ഗനുഷിന്റെ ബോഡി വെള്ളത്തിലേക്ക് പൂണ്ടുപോവുകയും ഇത് കണ്ടുനിന്ന ക്രിസ്റ്റീൻ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതി ഗുഡ് ബൈ എന്ന് പറഞ്ഞ് കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറാനായി നോക്കുമ്പോൾ ഗനുഷിന്റെ ബോഡി അതാ വീണ്ടും ഉയർന്നു വരുന്നു. അവൾ ക്രിസ്റ്റീനയെ വലിച്ച് കുഴിയുടെ ഉള്ളിലേക്ക് പോവാനായി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുരിശ് അവരുടെ തലയിലേക്ക് വീഴുകയും കുരിശായതുകൊണ്ട് തന്നെ ആത്മാവ് തൽക്കാലത്തേക്ക് അടങ്ങുകയും ക്രിസ്റ്റീൻ ഇതേ സമയം കുഴിയുടെ ഉള്ളിലേക്ക് പൂണ്ടുപോവുകയും ചെയ്തു. ഇവിടെ വെച്ച് സിനിമ അവസാനിച്ചു എന്ന് കരുതുമ്പോഴാണ് ക്രിസ്റ്റീന് പെട്ടെന്ന് ബോധം വരികയും അവൾ ആ കുഴിയിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ എല്ലാം സമാധാനപരമായി അവസാനിച്ച് അവൾ വീട്ടിലേക്ക് എത്തി വളരെ ആസ്വദിച്ച് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അവളുടെ മാനേജർ വിളിച്ച് സ്റ്റൂ ഫയൽ മോഷ്ടിച്ച കാര്യം അറിഞ്ഞുവെന്നും അതുകൊണ്ട് അവൻ അസിസ്റ്റന്റ് മാനേജർ നോമിനേഷനിൽ നിന്ന് മാറ്റിയെന്നും
അടുത്ത അസിസ്റ്റന്റ് മാനേജർക്കുള്ള കസേര നിനക്കായി ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും, പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് വരാനായും പറഞ്ഞു. ശേഷം അവൾ ഡ്രസ്സൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെയും വളരെ അഭിമാനത്തോടെയും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ബാഗും എടുത്ത് നടന്നു പോവുകയാണ്. അവിടെ ക്ലേ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അവിടെയുള്ള കടയിൽ നിന്നും നല്ല ഭംഗിയുള്ള കോട്ട് കണ്ടിട്ട് അതും വാങ്ങി ഞാനും എൻ്റെ ചെക്കനും കൂടി പ്രധാനപ്പെട്ട ഒരു യാത്ര പോവുകയാണെന്ന് പറഞ്ഞ് അതും ഇട്ട് അവിടെ നിന്ന് ക്ലേയുടെ അടുത്തേക്ക് പോയി. അവളെ കണ്ടതും നീ ഇന്ന് നല്ല സുന്ദരിയായിരിക്കുന്നുവല്ലോ എന്ന് ക്ലേ പറഞ്ഞു. അവളാണെങ്കിൽ എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും ഗണേഷിന് ലോൺ അടവിനായി ഒരവധി കൂടി വാങ്ങിക്കൊടുക്കാമായിരുന്നു, ഞാനാണ് തെറ്റുകാരി എന്നും പറഞ്ഞു. ഇത് കേട്ടതും എന്ത് നല്ല മനസ്സാടി നിന്റെ എന്നും പറഞ്ഞ് ക്ലേ അവളെ സ്നേഹത്തോടെ ഹഗ് ചെയ്തു. ഇവിടെ ഹാപ്പിയായി സിനിമ അവസാനിച്ചു എന്ന് കരുതി നിൽക്കുമ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. ക്ലേ ഞാനൊരു കാര്യം എപ്പോഴാണ് ഓർത്തത് എന്നും പറഞ്ഞ് അവൻ്റെ പോക്കറ്റിൽ നിന്നും ആ ബട്ടണുള്ള എൻവലപ്പ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അന്ന് ആ ബട്ടണുള്ള എൻവലപ്പ് കാറിൽ വീണ സമയത്ത് ആ കാറിൽ ഒരുപോലെയുള്ള 2 കവറുകൾ ഉണ്ടായിരുന്നു. അവൾ എടുത്ത കവർ മാറിപ്പോയിരുന്നു. ഇത് കണ്ടതും ക്രിസ്റ്റീൻ ആകെ പേടിച്ചുപോയി. അന്ന് അവളുടെ ശാപം അവസാനിക്കുന്ന അവസാനത്തെ ദിവസമായിരുന്നു. അതേ നേരം അവൾ എന്തോ ഒരു ശക്തി പുറകിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയാണ്. അവളുടെ ശരീരത്തെ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ നേരെ റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയും ഇതേ നേരം ട്രെയിൻ വരികയും ചെയ്യുന്നു. ക്ലേ ഇതൊക്കെ കണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവാതെ കരഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. ഇതേ നേരം റെയിൽവേ ട്രാക്ക് പിളർന്നു വരികയും നരകത്തിൽ നിന്നും വന്ന കുറേ ആൾക്കാർ അവളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെ സിനിമ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ സ്റ്റോറി എല്ലാവരും രസകരമായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹൊറർ മൂവി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള നല്ല നല്ല കഥകൾ കേൾക്കുന്നതിനായി മല്ലു വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.